ഇന്ന് രാത്രി കിഴക്കത്തെരുവിനോട് പറയാം, മോക്ഷം തേടി മനുഷ്യൻ ആവുന്ന പണി 58 ചെയ്ത് ആമേൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചം തേടി ഈശ്വരന്മാരോട് നിലവിളിച്ചു. നേർച്ച കാഴ്ച തീർത്ഥയാത്ര പുണ്യകർമ്മ ക്രിയാദികളെല്ലാം ചെയ്തു നോക്കി പരാജയപ്പെട്ടപ്പോൾ സകല മനുഷ്യൻ്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടി നിന്ന് ലോകത്തോട് വിളംബരം ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി കിഴക്കത്തെരുവിനോട് ഞങ്ങൾ ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ല. അതാണ് സുവിശേഷം. പറഞ്ഞവസാനിപ്പിക്കാം. യേശുക്രിസ്തു സകല മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ലോകത്തിലേക്ക് വന്നു. കാൽവരിയുടെ കൊലക്കളത്തിൽ തൻ്റെ പ്രാണനെ എനിക്കും നിനക്കും പകരമായി യാഗമർപ്പിച്ചു. അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറയ്ക്കൽ എൻ്റെ കർത്താവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ദേശത്തോട് പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസേപ്പിൻ്റെ കല്ലറ കൊണ്ട് എൻ്റെ യേശു അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തിലിവിടെ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി IPC ഒരു കൺവെൻഷൻ വെക്കത്തിലിവിടെ. 3 ആണി കൊണ്ട് അവസാനിച്ച യേശുവിന് വേണ്ടി പാടാൻ ഇവിടെ ഒരു കൊയർ ടീം ഇല്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാദിക്കലല്ല, കണ്ണാടി കൂടിന് മുമ്പിലല്ല, മറിച്ച് ഉലക മഹാന്മാരകിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങി പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക്